പത്തനംതിട്ട പന്തളം തെക്കേക്കരയിൽ വേനൽ മഴയിൽ നെൽകൃഷി വ്യാപകമായി നശിച്ചു. നെൽകൃഷിയിൽ പുതിയ പരീക്ഷണം നടത്തിയ ഒരു കൂട്ടം യുവാക്കൾക്കും വേനൽ മഴ തിരിച്ചടിയായി. നിലവിൽ പാടത്ത് വെള്ളം നിറഞ്ഞ സ്ഥിതിയിലാണ്. കൃഷിയോടുള്ള അതിയായ താൽപര്യം, മുൻപ് കർഷകരെ സഹായിച്ചുള്ള അനുഭവ സമ്പത്ത്, ഇതൊക്കെ കൈമുതലാക്കിയാണ് ഒരു കൂട്ടം യുവാക്കൾ നെൽകൃഷിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ വിവിധ ജോലികൾ ചെയ്ത് ലഭിച്ച പണം സ്വരുക്കൂട്ടി ഇവർ കൃഷി ഇറക്കി. കൊയ്തെടുക്കാൻ പാകം വരെ നെല്ല് വളർന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം പെയ്ത വേനൽമഴ ഈ യുവ കർഷകരുടെ വലിയ സ്വപ്നങ്ങളെ ഇല്ലാതാക്കി. മഴയിൽ കൊയ്യാൻ പാകമായ നെല്ല് നശിച്ചു. നമുക്ക് മിഷൻ ഇറക്കാമെന്നാണ് മിഷന്റെ ഓണർമാർ പറയുന്നത്. പക്ഷേ പൊതഞ്ഞു പോയാൽ പിന്നെ അത് നമുക്ക് അത്രയും കൂടെ അവർക്കും പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു നഷ്ടത്തിലാണ്, മൊത്തത്തിൽ നഷ്ടത്തിലാണ്. പിന്നെ അല്ല നമ്മൾ തന്നെ അരുവാളെടുത്ത് നമ്മുടെ പിള്ളേരെ വിളിച്ച് നമ്മൾ തന്നെ കൊയ്ത് തരണം. ആളിനെ വിളിക്കുക തന്നെ നമുക്ക് അത്രയും പൈസ നഷ്ടമാണ്. ഇറിഗേഷൻ 3 ദിവസം മുമ്പാണ് മോട്ടർ വെക്കുന്നത്. നമ്മുടെ ഈ വെള്ളം വലിഞ്ഞെല്ലാം കുറേ 2 ദിവസത്തിലും പിടിക്കും. അവിടുത്തെ വെള്ളം മാത്രം ഇത് പെട്ടെന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ ഇത് നേരത്തെ വെച്ചാൽ ഈ മഴ പെയ്യുന്നതനുസരിച്ച് മോട്ടർ ഓൺ ആയിരുന്നെങ്കിൽ വെള്ളം മുഴുവൻ വറ്റിപ്പോരും. പഞ്ചായത്തിൽ നിന്നും സഹായമൊന്നുമില്ല. പഞ്ചായത്ത് അറിഞ്ഞിട്ട് പോലും ഉണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ കൃഷി വകുപ്പിൽ ഞങ്ങൾ പറയുമ്പം ഇതാ പ്രശ്നം. അവരും ചോദിക്കുന്നത് ഇനി മഴ പെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇറിഗേഷൻ ഇതാണെന്നല്ല, ഇത് കൃഷി വകുപ്പിന്റെ കീഴിൽ വരുന്നതെല്ലാം തോന്നുന്നു. നിലവിൽ പാടത്ത് വെള്ളം കയറി കിടക്കുകയാണ്. നമ്മൾ കൃഷി തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം, നമ്മൾ പണ്ട് തൊട്ടേ ഈ കർഷകരുമായിട്ടെല്ലാം നല്ല സഹകരണത്തിലായിരുന്നു. അപ്പം അവർ കൃഷി ചെയ്യുന്നതൊക്കെ കണ്ട് നമ്മൾ വളർന്നു വന്നവരാണ്. അപ്പോൾ അവരുടെ കൃഷിക്കൊക്കെ സഹായിക്കാനായിട്ട് നമ്മളാണ് പോകുന്നത്. ഒരു 3-4 വർഷമായിട്ട് സഹായിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് പിള്ളേരുണ്ട്. അവർക്കാണെങ്കിൽ ഒരാഗ്രഹം, നമുക്ക് ഇത്തവണ കൃഷി ചെയ്താൽ എന്താന്ന്. അങ്ങനെ ഇവിടുത്തെ പാടശേഖര സമിതിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അതിന് വേണ്ടിയുള്ള സ്ഥലം നമ്മൾ തരാമെന്ന് പറഞ്ഞു. തരാമെന്നല്ല, അവർ അതിന് വേണ്ടി കരവടച്ച രസീതും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു തന്നു, പാടശേഖര സമിതി പ്രസിഡന്റ്. അങ്ങനെയാണ് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളെ മെയിനായിട്ടൊരു സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബുണ്ട്, വെസ്റ്റേൺ ബോയ്സ് എന്ന് പറയുന്നത് ക്ലബ്ബാണ് നമ്മളെ ഇതിനുവേണ്ടി കൂടുതലായിട്ട് സഹായിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി പണം കണ്ടെത്തിയത് നമ്മൾ തന്നെ ചെറിയ ചെറിയ ജോലികൾക്ക് പോയാണ് പണം കണ്ടെത്തിയത്. വേനൽ മഴയിൽ നഷ്ടം സംഭവിച്ചുവെങ്കിലും കൃഷിയോടുള്ള താല്പര്യം യുവാക്കൾക്ക് അവസാനിക്കുന്നില്ല. ഇനിയും കൃഷി ചെയ്യുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ യുവ കർഷകർ. ജനം, പത്തനംതിട്ട.